നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രായഭേദമന്യേ ലിംഗഭേദമന്യേ ഇന്ന് പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് അമിതവണ്ണം. മാറിയ ഭക്ഷണ രീതികളും ജീവിതശൈലികളും അമിതവണ്ണത്തിന് കാരണമായിട്ടുണ്ടല്ലേ? പലവിധ രോഗാവസ്ഥകളിലേക്ക് കൂടി നയിക്കുന്ന അമിതവണ്ണത്തിന് എന്താണ് പരിഹാരം? ആയുർവേദത്തിലെ പരിഹാര മാർഗങ്ങൾ എന്തെല്ലാമാണ്? വിശദമായി തന്നെ പരിശോധിക്കാം. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ നമുക്കൊപ്പമുള്ളത് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ആശുപത്രിയിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസണും അസിസ്റ്റന്റ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ മരിയ പത്രോസുമാണ്. രണ്ടുപേർക്കും സ്വാഗതം പരിപാടിയിലേക്ക്. ആദ്യം തന്നെ ഡോക്ടർ റോസ്മേരി വിൽസനോടാണ്. ഡോക്ടർ, ഈ അമിതവണ്ണം ഇപ്പോൾ മാറിയ ജീവിത ശൈലി കൊണ്ടുണ്ടാകുന്നതാണോ അതോ ഭക്ഷണക്രമത്തിലെ പോരായ്മയോ പ്രശ്നം കൊണ്ടുണ്ടാകുന്നതാണോ? അങ്ങനെ പലവിധ സംശയങ്ങളുണ്ട്. ശരിക്കും അമിതവണ്ണത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്താണ്? പ്രായഭേദമന്യേ നമ്മളെല്ലാവരും തന്നെ ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രോബ്ലമാണ് അമിതവണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും അമിതവണ്ണമായിട്ട് വരുന്ന വളരെയധികം പേഷ്യൻസിനെ അല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അതിൻ്റെ പ്രധാന കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ പല പ്രശ്നങ്ങളെ കൊണ്ടാണ് അതങ്ങനെ വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഹാര രീതിയിൽ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ മധുരമായിട്ടുള്ള ആഹാരങ്ങൾ അധികം കഴിക്കുക, വ്യായാമം കുറവ്, വ്യായാമശീലമില്ലാതിരിക്കുക, അതുപോലെ നമ്മുടെ ഉറക്കത്തിൽ വരുന്ന ടൈമിങ് ചേഞ്ചസ്, അതുപോലെ നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻസ് ആയിട്ടുള്ള പിറ്റ്യൂട്ടറി, തൈറോയിഡ്, പാൻക്രിയാസ് തുടങ്ങിയിട്ടുള്ള അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തന വൈകല്യം കൊണ്ടും ഇത്തരത്തിലുള്ള അമിതവണ്ണം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഈ അമിതവണ്ണം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കൂടുന്നതിനെയാണ്. ഇപ്പോൾ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരഭാരത്തിൻ്റെയും നമ്മുടെ പൊക്കത്തിൻ്റെയും ഒരു വ്യക്തിയുടെ പൊക്കത്തിൻ്റെയും അനുപാതത്തെയാണ് നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുക. അതൊരു 21 to 24 വരുമ്പോൾ അത് നോർമൽ ആയിട്ട് പറയാം. അതിനേക്കാൾ കൂടുമ്പോൾ നമ്മൾ അമിതവണ്ണം എന്ന് പറയും. ഒരു എബോവ് 30 ഒക്കെ വരുമ്പോൾ അതിനെ പൊണ്ണത്തടി എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാനായിട്ട്. പല രീതിയിൽ നമ്മൾ ഈ അതിസ്ഥൗല്യം എന്നാണ് പറയുക. സ്ഥൗല്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ കാർഷ്യമേവ വരം സ്ഥൗല്യാത് ഇന്ന് ഹി സ്ഥൂലസ്യ ഭേഷജം എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ കാർഷ്യമാണ്, കൃഷത്വം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. പണ്ട് കാലത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ അമ്മമാരൊക്കെ കൊച്ചുകുട്ടികൾക്ക് വണ്ണം വെക്കണം, വണ്ണം വേണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ കൊണ്ടുവരും. ഇന്ന് കുഞ്ഞുനാളിലെ തന്നെ ഈ സ്ഥൗല്യത്തിൻ്റെ അല്ലെങ്കിൽ അമിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പം കൃഷനായിരിക്കുന്ന ഒരുവന് നമുക്ക് ഔഷധങ്ങളും ആഹാരങ്ങളും ഒക്കെ കൊടുത്ത് അത് മാറ്റിയെടുക്കാനായിട്ടൊക്കെ സാധിക്കും. എന്നാൽ അതിസ്ഥൗല്യം എന്ന് പറയുന്ന അവസ്ഥയെ കൃച്ഛ്രസാധ്യം എന്നാണ് പറയുക. വളരെ കഷ്ടപ്പെട്ട് ആഹാരവും ഔഷധവും അതുപോലെ തന്നെ നമ്മുടെ വ്യായാമ മുറകൾ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് നമുക്കതിന് കുറച്ചെങ്കിലും ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കുക. ഇത് നമ്മുടെ ആഹാര രീതിയിൽ വന്ന ചേഞ്ചസ് തന്നെ നമുക്കറിയാം. പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിരുന്ന പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ കുഞ്ഞുനാളിലെ തുടങ്ങി അവർ നമ്മൾ കൊടുത്ത് ശീലിപ്പിക്കും. എന്നാലിപ്പോൾ ജങ്ക് ഫുഡ്സിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ്സിൻ്റെ ഉപയോഗം, പിന്നെ വ്യായാമമില്ലായ്മ, ജോലിയുള്ളവരായാലും ജോലി ഇല്ലാത്തവരായാലും. ഇപ്പോൾ IT പ്രൊഫഷണൽസിൻ്റെ ഒക്കെ കാര്യം എടുത്ത് നോക്കിയാൽ ഫുൾ ടൈം അവർക്ക് ഇരുന്നുള്ള ജോബാണ്. ശരീരത്തിന് യാതൊരുവിധ ഫിസിക്കൽ എക്സസൈസ്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ കലോറി യൂട്ടിലൈസ് ചെയ്ത് പോകത്തക്ക രീതിയിലുള്ള ഒരു ജോലികളും അവർ ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ബോഡി വെയ്റ്റ് കൂടാനായിട്ട് അത് എപ്പോഴും ഒരു കാരണമാവുകയും ചെയ്യും. പിന്നെ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അതും ഈ തൈറോയിഡിൻ്റെ ചേഞ്ചസും ഒക്കെ കണക്റ്റഡ് ആയിട്ട്, അതുപോലെ ഡയബറ്റിക് ഷുഗർ നേരത്തെ തന്നെ വരിക, ഇതെല്ലാം അമിതവണ്ണമായിട്ടുള്ളവരിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒന്നാണ്. അപ്പോൾ നേരത്തെ തന്നെ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കാം. അല്ലെങ്കിൽ ഏർലി ഏജസിൽ ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് വരാനുള്ള ചാൻസസ് എപ്പോഴും കൂടുതലാണ്. അമിതവണ്ണമുള്ളവർ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ചിലരിൽ കഴുത്ത്, അങ്ങനെ ആക്സിൽ, അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിൽ കൂടുതലായിട്ട് കറുപ്പ് പിഗ്മെൻറ്റേഷൻ വന്നതായിട്ട് കാണാം. അഡിപ്പോസ് ഫാറ്റ് അടിഞ്ഞിട്ട് അങ്ങനെ വരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മളൊരു ഫിസിക്കൽ എക്സസൈസിലേക്ക് പോവുക, ആഹാരക്രമത്തിലേക്ക് വരിക, ഇതെല്ലാം തന്നെ അമിതവണ്ണത്തിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുക. അതിനോടൊപ്പം തന്നെ ഔഷധങ്ങൾ. ആയുർവേദത്തിൽ ഈ പൊണ്ണത്തടിക്ക് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അമിതവണ്ണത്തിന് എന്താണ് ഒരു പരിഹാരമുള്ളത്? ആഹാരവും ഔഷധവും വ്യായാമം, ഇത് മൂന്നും കൂടെ സമന്വയിപ്പിച്ചാലാണ് അതിനൊരു പരിഹാരം നമുക്കുണ്ടാകുക. തീർച്ചയായിട്ടും ഇവിടെ
കഫഗ്നമായിട്ടുള്ളതും മേധോഘ്നമായിട്ടുള്ളതും എന്ന് പറഞ്ഞാൽ കഫവൃദ്ധിയിലാണ് കഫപ്രകൃതമായിട്ടുള്ളവരിലും മേധസ് വർദ്ധിച്ചിട്ട് ഇത്തരത്തിലുള്ള ഒബസിറ്റി ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ ധാതു പരിണാമം പ്രോപ്പറായിട്ട് നടക്കാത്തതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കോസ് എന്ന് പറയുന്നത്. രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, ശുക്ലം ഇതൊക്കെയാണ് സപ്തധാതുക്കൾ. നമ്മളൊരു വ്യക്തി നമ്മളൊരു ആഹാരം കഴിച്ചാൽ അത് ദഹിച്ച് അത് ഓരോ സ്റ്റേജസിലേക്ക് മാറി മാറിയാണ് അതിൻ്റെ യൂട്ടിലൈസേഷൻ പ്രോപ്പറായിട്ട് പോകുന്നത്. ആ മെറ്റബോളിസത്തിൽ വരുന്ന ചേഞ്ചസ് എപ്പോഴും ഇത്തരത്തിലുള്ളൊരു ഒബസിറ്റീനെ ഏറ്റവും ബാധിക്കുന്ന ഒന്നാണ്. അപ്പം നമ്മൾ ആഹാര ക്രമീകരണം കൊണ്ട് മാത്രം ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നല്ല. എന്നാൽ ആയുർവേദത്തിൽ തീഷ്ണോഷ്ണങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ രൂക്ഷങ്ങളായിട്ടുള്ള ആഹാരങ്ങളും ഔഷധങ്ങളും അതുപോലെ തന്നെ സ്വേദപ്രയോഗങ്ങളും ഒക്കെ ഇതിന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ആയുർവേദ്യമായിട്ട് പറയുകയാണെങ്കിൽ ധാരാളം കഷായ യോഗങ്ങളും ഇതുപോലെ തീഷ്ണോഷ്ണമായിട്ടുള്ളതും രൂക്ഷങ്ങളായിട്ടുള്ളതും മേധസ്സിനെ കുറയ്ക്കുന്നതും കഫഗ്നമായിട്ടുള്ള ഔഷധക്കൂട്ടുകൾ പലതും ആയുർവേദത്തിൽ പറയുന്നുണ്ട്. വരണാദി കഷായം അതിനായിട്ട് ഉപയോഗിക്കാം. ഗുൽഗുൽ പഞ്ചഫല ചൂർണം, ത്രിഫല ചൂർണം ഇതൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ്. പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉപയോഗിക്കത്തക്ക രീതിയിൽ ഈ ത്രിഫലത്തോണ്ട് പൊടിച്ചു വെച്ചിട്ട് തേനിൽ ചാലിച്ചിട്ട് 2 നേരം കഴിക്കാനായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വേങ്ങാക്കാതലൊക്കെ ഇട്ട് വെന്ത വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ അഡിപ്പോസ് ഫാറ്റിനെ കളയുന്ന രീതിയിലുള്ള ചികിത്സകളാണ് എപ്പോഴും ആയുർവേദത്തിൽ പറയാം. എന്ന് പറഞ്ഞാൽ ഉദ്വർത്തനം, രൂക്ഷസ്വേദങ്ങൾ, ഉദ്വർത്തനം പോലുള്ള സ്വേദപ്രയോഗങ്ങളും അതുപോലെ മരുന്ന് വെള്ള ധാരകൾ പഫ്നെസ്സിനെയും ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റാനും അതുപോലെ അഡിപ്പോസ് ഫാറ്റിനെ കളയാനും ഒക്കെ അത് ഏറ്റവും സഹായിക്കും. പിന്നെ പറയുന്ന മെയിൻ ഇതെന്ന് പറഞ്ഞാൽ പഞ്ചകർമ്മ ചികിത്സകളെ കൊണ്ട് ബോഡി ക്ലെൻസിങ് വരുത്താം. ഊർധകമായിട്ടുള്ള സ്രോതസ്സുകളെ ശുദ്ധി ചെയ്യുന്ന രീതിയിലുള്ള നസ്യം, അതുപോലെ പക്വാശ്യ ആശ്രിതമായിട്ട് വരുന്ന ഇതിന് ബോഡി ക്ലെൻസ് ചെയ്യുന്ന തക്ക രീതിയിലുള്ള വസ്തിപ്രയോഗങ്ങൾ, വിരേചനം തുടങ്ങിയിട്ടുള്ള പഞ്ചകർമ്മ 5 മെത്തേഡ്സ് ഓഫ് ബോഡി ക്ലെൻസിങ് ആണ്. അതുകൊണ്ട് ശരീരത്തിനെ ശുദ്ധിയാക്കി വയ്ക്കുക. ഇതെപ്പോഴും നമ്മുടെ മെറ്റബോളിസത്തെ കറക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ശിരസ്സിൽ നമ്മൾ ചെയ്യുന്ന ധാര, നസ്യം, തളം മുതലായിട്ടുള്ള ചികിത്സാ പ്രയോഗങ്ങൾ കൊണ്ട് ടിപ്പിക്കലി ഓരോ ഇതിനും എടുക്കുന്ന ഔഷധങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അങ്ങനെ നമുക്കൊരു പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്റ്റിമുലേഷൻ വഴി എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൻ്റെ പ്രവർത്തനത്തെ പ്രോപ്പറാക്കാനായിട്ടൊക്കെ ഏറ്റവും സഹായിക്കും. ഇത്തരത്തിൽ വളരെയധികം ശ്രദ്ധാപൂർവം ആ ബേസിക് ദോഷാസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുകയും അലോങ് വിത്ത് അതിനോടൊപ്പം തന്നെ വ്യായാമവും ഔഷധത്തെയും ഒക്കെ ആഹാരത്തെയൊക്കെ കൊണ്ടുവരുമ്പോഴാണ് ഈ ഒബസിറ്റിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുക. ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്, ഡോക്ടർ രാജി ആറ്റിങ്ങലിൽ നിന്ന്. രാജി, ചോദിച്ചോളൂ ഡോക്ടറോട്. അതായത് ഒരു പാരമ്പര്യം എന്ന ഒരൊറ്റ ഫാക്ടർ കൊണ്ട് മാത്രം ഒരാൾക്ക് അമിതവണ്ണം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അതായത് കുടുംബത്തിലെ മറ്റുള്ളവർക്ക് അമിതവണ്ണം ഉണ്ട് എന്ന കാരണത്താൽ മാത്രം? മറ്റു രോഗങ്ങൾ നമ്മൾ പറയാം ആർത്രൈറ്റിസ് അല്ലെങ്കിൽ കണ്ണിൻ്റെ വിഷൻ പ്രോബ്ലംസ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ പാരമ്പര്യ ഘടകമുണ്ട്. ഇപ്പോൾ വീട്ടിൽ ഒബസിറ്റി ആയിട്ടുള്ള ഒബസിറ്റ് നേച്ചറുള്ള പാരൻസ് ആണെന്ന് വിചാരിച്ചിട്ട് കുട്ടി ഒബസിറ്റി വരണമെന്നില്ല. മറ്റ് രോഗങ്ങൾക്ക് നമ്മൾ പറയുന്ന പോലെ തന്നെ അത്രയും പെർസെൻറ്റേജ് തന്നെ ഈ ഒബസിറ്റി വരാനുള്ള ചാൻസസ് ആണ്. അപ്പോൾ നമ്മളൊരു എപ്പോഴും ഇത്തരത്തിലുള്ള രോഗത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ ആരംഭിക്കുക എന്നുള്ള. ഇപ്പോൾ പാരൻസ് ഇതുപോലെ ഒബസിക് ആയിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ളൊരു ആഹാരം ഇന്ന് വറുത്ത് പൊരിച്ച സാധനങ്ങൾ എപ്പോഴും, പിന്നെ നമ്മുടെ ഫുഡ് എന്ന് പറഞ്ഞപ്പോൾ ബിരിയാണി, അങ്ങനെ ഫ്രൈഡ് റൈസ് പോലെയുള്ള നെയ്യും കൊഴുപ്പും ഒക്കെ അധികമുള്ള ആഹാരങ്ങൾ, അധികം ഹെവി സ്വീറ്റ്സ്, അതിനോടൊക്കെ ഒരു ക്രേവ് ഉണ്ടായിരിക്കും ഏത് ഏജ് ഗ്രൂപ്പുകാരായാലും. പക്ഷെ ഇത്തരത്തിലുള്ള ഒബസിറ്റി ഉള്ളവർ അതിൽ നിന്ന് കുറച്ച് താഴേക്ക് വരാനും ചെറുപ്പത്തിലെ തന്നെ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കാതെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ അവർ അതിൽ തന്നെ വളർന്നോളും. വല്ലപ്പോഴും ഒക്കെ പുറത്തു പോയി ഇതൊക്കെ ഇത്തരത്തിലുള്ള മറ്റ് ആഹാരങ്ങൾ കഴിക്കാമെന്നല്ലാതെ എപ്പോഴും ഇത്തരത്തിലുള്ള ആഹാര രീതിയിലേക്ക് വരാതിരിക്കുക. അതൊരു വലിയ പ്രശ്നമായിട്ട് പേടിക്കേണ്ടതില്ല. കുഞ്ഞുങ്ങൾ അങ്ങനെ വരുമോയെന്ന് ഓർത്തിട്ട് അങ്ങനെ പ്രശ്നമാക്കേണ്ടതില്ല. പക്ഷെ ചിലർ ജനിക്കുമ്പോൾ അധികം വെയിറ്റ് ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഈ ആഹാര രീതി കൊണ്ട് തന്നെ ഹെറിഡിറ്ററി ഫാക്ടർ മൈന്യൂട്ടായിട്ടുള്ളത് കൊണ്ടും ഗെയിൻ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക അങ്ങനെയുള്ളവർ.
അപ്പോൾ ഈ അമിതവണ്ണത്തെക്കുറിച്ച്, അതിൽ ആയുർവേദത്തിലെ പരിഹാര മാർഗങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് പ്രേക്ഷകർക്കുള്ളത്. ഇന്ന് വളരെ ഒരുപാട് പേർ, ഇപ്പൊ നേരത്തെ പല പ്രേക്ഷകരും ചോദിച്ച സംശയമുണ്ട്. പല അഡ്വർടൈസ്മെന്റും കാണുന്നുണ്ടല്ലോ, 7 ദിവസം കൊണ്ട് ഒരാഴ്ചക്കുള്ളിലൊക്കെ ഈ പൊണ്ണത്തടി കുറച്ചെടുക്കാം എന്നുള്ള പല പരിഹാര മാർഗങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട്. പലരും അതിൽ വീണു പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് മാറ്റാൻ കഴിയുന്നതാണ് അമിതവണ്ണം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പൊതുസമൂഹത്തിൽ പൊതുവെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അത് പല രീതിയിലും പ്രതികൂലമായിട്ട് ശരീരത്തെ ബാധിക്കാവുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഈ അമിതവണ്ണം എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയാണോ? അങ്ങനെ ഏതെങ്കിലും ഒരു മരുന്ന് പുറമേ നിന്ന് വാങ്ങിയാൽ അതിനൊരു പരിഹാരം കാണാൻ കഴിയുമോ? അമിതവണ്ണം എന്ന് പറയുന്ന ഒരു രോഗം എന്ന് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമ്മുടെ ഒരു ശരീരത്തിന്റെ ഒരു അവസ്ഥയാണ് അത് വളരെയധികം രോഗങ്ങളിലേക്ക് നമ്മളെ നയിക്കും. ഇന്ന് വളരെയധികം പേര് ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇത് ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാരണം കൂടിയാണ് ഈ ഒബസിറ്റി, ഇൻഫെർട്ടിലിറ്റിക്കുള്ളത്. നമ്മൾ പലപ്പോഴും അതിൻ്റെ ചികിത്സയ്ക്കായിട്ട് വരുമ്പോൾ ഈസ്ട്രോജൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ ഓവുലേഷൻ്റെ പ്രശ്നങ്ങളും ഇതൊക്കെ നമ്മൾ അത്തരത്തിലുള്ള മരുന്നുകളൊക്കെ കൊടുക്കും. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് വെയിറ്റ് മാനേജ്മെൻറ്റിന് നമ്മൾ സ്ട്രിക്റ്റായിട്ട് അഡ്വൈസ് ചെയ്യും. അപ്പോൾ ബോഡി വെയിറ്റ് കുറച്ചുകൊണ്ട് വന്നാൽ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു പരിധി വരെ അത് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ ഓവുലേഷൻ കറക്റ്റ് ആവാനുള്ള രീതിയിലുള്ള ഔഷധങ്ങളും അതുപോലെ പാൽ കഷായങ്ങളും ചികിത്സകളും ഒക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സകൾ. ഇപ്പം നമ്മൾ പലപ്പോഴും കാണും മറ്റ് അലോപ്പതി മെഡിക്കേഷനിലും അതുപോലെ IF-ഉം IUA ഒക്കെ ചെയ്ത് ഫെയിലിയറായിട്ട് അവസാനം ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റിലേക്ക് വന്നിട്ട് കുഞ്ഞുങ്ങളുണ്ടാകുന്ന അവസ്ഥ വരെയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചികിത്സകളിലേക്ക് പോകുമ്പോൾ ഈ ഇതുപോലെയുള്ള ഇൻഫെർട്ടിലിറ്റി മുതലായിട്ടുള്ള രോഗങ്ങളെ കറക്റ്റ് ചെയ്യാൻ പറ്റും. എന്ന് വിചാരിച്ചിട്ട് ഒബസിറ്റി ഒരു രോഗം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനോടനുബന്ധമായിട്ട് വരുന്ന ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരു ജീവിതശൈലിയിൽ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള പല രോഗങ്ങളും അതിൽ നിന്ന് വരും. അപ്പം അതുകൊണ്ട് ഇപ്പോഴും ഒബസിറ്റിക്ക് നമ്മൾ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ആയുർവേദത്തിൽ വരുമ്പോൾ ഭക്ഷണ നിയന്ത്രണം നമുക്കറിയാം, കൃത്യമായിട്ടുള്ള പഥ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അമിതവണ്ണത്തിനുള്ള പരിഹാര മാർഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സയ്ക്ക് ആയുർവേദത്തെ സമീപിക്കുമ്പോൾ ഭക്ഷണക്രമത്തിൽ എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് കൊണ്ടുവരേണ്ടത്? ഡോക്ടർ മരിയ പത്രോസ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ടി വരുന്നത്? നമ്മൾ ആയുർവേദത്തിൽ കറക്റ്റായി പഥ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ അസുഖത്തിനും എന്തൊക്കെ നമ്മൾ ചെയ്യണം, ചെയ്യരുത് എന്നുള്ള നമ്മൾ ആയുർവേദത്തിൽ കൃത്യമായി തന്നെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ അമിതവണ്ണം അല്ലെങ്കിൽ ഒബേസിറ്റി എന്നവർക്ക് കുട്ടികളിൽ തന്നെ എടുക്കുകയാണെങ്കിൽ അവരിലെ ആഹാര രീതികൾ ഇപ്പോൾ വളരെ വ്യത്യാസമാണ്. ഇപ്പോൾ പഴയ പോലെ വേവിച്ച ആഹാരങ്ങളോ അല്ലെങ്കിൽ ആവിയിൽ വെന്തിട്ടുള്ള ഇഡ്ഡലി അങ്ങനെയുള്ള ആഹാരങ്ങളോ പലഹാരങ്ങളോ അല്ല ഇപ്പോൾ കുട്ടികൾ കഴിക്കുന്നത്. കൂടുതലും ജങ്ക് ഫുഡ് എന്ന രീതിയിൽ ബർഗർ, പിസ്സ അല്ലെങ്കിൽ കാൻഡ് ജ്യൂസസ് അങ്ങനെയുള്ള ജങ്ക് ഫുഡ്സ് ആണ് കൂടുതലും കുട്ടികൾ യൂസ് ചെയ്യുന്നത്. അതിനു പകരം അവർക്ക് കൂടുതലും ആവിയിൽ വെന്ത പലഹാരങ്ങൾ, അതായത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ കൊടുക്കാനായിട്ട് കൂടുതൽ പരിശ്രമിക്കുക. അതുപോലെ തന്നെ അവർക്ക് സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ് അതൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും കുട്ടികൾക്ക്. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ അതിന് പകരം എള്ളുണ്ടയോ കപ്പലണ്ടി മിഠായി അങ്ങനെയുള്ളതൊക്കെ കൊടുത്ത് ശീലിക്കുകയാണെങ്കിൽ കുറേ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ചോക്ലേറ്റ്സിൽ നിന്നും അവരെ ഒന്ന് വിട കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മുതിർന്നവരിലാണെങ്കിൽ പോലും നമ്മളൊരു ഫുഡ് പ്ലേറ്റ് എന്നുള്ള രീതിയിൽ വേണം ഫുഡ് നമ്മൾ എടുക്കാനായിട്ട്. അതിൽ 4 ഭാഗങ്ങളായിട്ടാണ് ഫുഡ് പ്ലേറ്റ് നമ്മൾ തിരിക്കുന്നത്. അതിൽ ഒരു ഭാഗം നമ്മൾ തവിടോട് കൂടിയിട്ടുള്ള ധാന്യങ്ങൾ, അതായത് മില്ലറ്റ് എടുക്കാം. വേറൊരു ഭാഗം നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ യൂസ് ചെയ്യാം. അതിൽ നമുക്ക് ചിക്കൻ, ഫിഷ്, അതുപോലെ പയറ്, കടല, പരിപ്പ് അങ്ങനെയുള്ളതൊക്കെ കൂടുതൽ ഉൾപ്പെടുത്താം. റെഡ് മീറ്റ് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക ഒബേസിറ്റി ഉള്ളവർ. അതുപോലെ തന്നെ വേറൊരു അളവ്, ഒരു ഭാഗം നമുക്ക് വെജിറ്റബിൾസ് യൂസ് ചെയ്യാം. അത് ഏത് തരം വെജിറ്റബിൾസ് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കിഴങ്ങ് വർഗ്ഗങ്ങൾ പ്രത്യേകമായിട്ട് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒരു ഭാഗം നമ്മൾ എടുക്കാം. നെല്ലിക്ക തൊണ്ട്, വേങ്ങാക്കാതിൽ, കരിങ്ങാലിയുടെ വേരെല്ലാം അടങ്ങിയിട്ടുള്ള വെള്ളം വെന്ത് നമുക്ക് ഇടയ്ക്ക് കുടിക്കാവുന്നതാണ്. അതും ഇതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ അടങ്ങിയിട്ടുള്ള കൊഴുപ്പ് കുറയ്ക്കാനും ശരീരഭാരം കുറയ്ക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മുതിര വറുത്ത വെന്ത വെള്ളം
ഇതുപോലെ തന്നെ ഇടയിൽ കുടിക്കുന്നതും നല്ലതാണ്. ഓക്കെ ഡോക്ടർ, അപ്പോൾ ആഹാരക്രമത്തിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രേക്ഷക കൂടി ഡോക്ടറോട് സംസാരിക്കാൻ വേണ്ടി, ചോദ്യം ചോദിക്കാൻ വേണ്ടി ചേരുന്നുണ്ട്. സുമതി കോഴിക്കോട്ട് നിന്ന്. സുമതി, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹോട്ടലിലൊക്കെ പോയിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതും ഈ വരുന്ന ഈ അമിതവണ്ണമായിട്ട് നേരിട്ടൊരു ബന്ധമുണ്ടോ? നമ്മൾ ഈ അതുപോലെ തന്നെ ചോറ് കഴിച്ചാലും ഈ തടി കൂടുമെന്ന് പറയും. അപ്പൊ അതൊക്കെയാണോ ഇതിനൊരു കാരണം, അതോ വേറെ എന്തെങ്കിലും മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പല കാരണങ്ങളെ കൊണ്ടാണ് അമിതവണ്ണം. ഇപ്പോൾ നമുക്കൊരു ഹെറിഡിറ്ററി ഫാക്ടർ ഉണ്ട്. ഇപ്പോൾ ഒരു വീട്ടിലെ അച്ഛനമ്മ അല്ലെങ്കിൽ മുത്തശ്ശനൊക്കെ ഒരു വെയിറ്റ് വളരെ പണ്ട് തന്നെ വളരെ വണ്ണമുള്ള അമിതവണ്ണമുള്ള വ്യക്തികളിൽ അങ്ങനെയുള്ള വീട്ടിൽ വരുന്ന കുട്ടികൾക്ക് അങ്ങനെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്, ഒരു നേരം ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് ചോറ് കഴിച്ചാൽ എങ്ങനെയാണെന്ന് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലും ആഹാരക്രമമൊക്കെ വീട്ടിൽ തന്നെ മാറി. എല്ലാവരും എളുപ്പത്തിന് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന ബിസ്ക്കറ്റ്സോ ബേക്കറി സാധനങ്ങളും ഇതൊക്കെ മുതിർന്നവർ വരെ അങ്ങനെ കഴിക്കുന്ന ഒരവസ്ഥയാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ള ലോ കലോറി ആയിട്ട്, അമിതവണ്ണമുള്ളവർ ലോ കലോറി ആയിട്ട്, അതുപോലെ ഏതെങ്കിലുമൊക്കെ നമുക്ക് വീട്ടിൽ ലഭ്യതയ്ക്ക് അനുസരിച്ച്, ഇപ്പോൾ നമ്മൾ എല്ലാം വാങ്ങിക്കണം എന്ന് പറയാൻ പറ്റില്ല, എല്ലാവർക്കും അത് സാധിക്കില്ലല്ലോ. അപ്പോൾ വീടുകളിൽ തന്നെയുള്ള ഫ്രൂട്ട്സ്, ഇലക്കറികൾ, നമുക്ക് ഇലകളൊക്കെ ചീര ഇല, അതുപോലെ മത്തൻ്റെ ഇല, അങ്ങനെ പല ഇലകളും ഇങ്ങനെ ഫുഡായിട്ട് നമ്മൾ ഉപയോഗിക്കണം. അതെന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഏറ്റവും ഫൈബ്രസ് ആയിട്ടുള്ളതാണ്, ബോഡിയിലെ കൊഴുപ്പിനെ കളയാനും ശരീരത്തിലെ വിഷാംശത്തെ പുറന്തള്ളാനും ഒക്കെ വളരെയധികം സഹായകമായിട്ടുള്ളതാണ്. ഇപ്പോൾ ചോറ് മറ്റ് 2 നേരങ്ങളിലും നോർമലായിട്ടുള്ള വീടുകളിൽ നിന്നുള്ള ഭക്ഷണം തന്നെ നമ്മൾ കഴിക്കുകയും ഒരു നേരം ചോറും അതിൻ്റെ കൂട്ടത്തിൽ, ചോറിൻ്റെ കൂട്ടത്തിൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം പച്ചക്കറികളാണ് തരാം. നമ്മൾ ഒരു ഫുഡിൻ്റെ അത് ചോദിച്ചാൽ ഫിഷ് കഴിക്കാം, എഗ്ഗ് കഴിക്കാം. ഒബിസിറ്റി ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് മീറ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ റെഡ് മീറ്റ് മുതലായിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് കഴിക്കാതിരിക്കുക. എപ്പോഴും അങ്ങനെയുള്ളവർക്ക് കൂടുതൽ ടേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളോടായിരിക്കും. അപ്പോൾ ഒരു നേരം അങ്ങനെ ഫുഡ് കഴിച്ചു എന്ന് വിചാരിച്ചു കുഴപ്പമില്ല. പക്ഷേ ഒരു ഒബിസിക് നേച്ചറാണ്, അമിതവണ്ണമുള്ള ഒരാളാണെങ്കിൽ എപ്പോഴും നമ്മൾ ചപ്പാത്തിയോ അല്ലെങ്കിൽ റാഗി കൊണ്ടുള്ള ചപ്പാത്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും, ടേസ്റ്റി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. സബോള, അതുപോലെ തക്കാളി, പച്ചമുളകൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് ഈ മാവിനോട് ചേർത്ത് യോജിപ്പിച്ച് നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അത് തന്നെ വിവിധ ഫോമിലായിട്ട് ഉണ്ടാക്കി കഴിക്കാം. അത് റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയും ഈ പറഞ്ഞ പോലെ വ്യായാമ രീതിയിലേക്കൊക്കെ വരിക. ഒരു നേരം ഹോട്ടലിൽ പോയി അങ്ങനെ കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. ഓക്കെ ഡോക്ടർ, വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്, മലപ്പുറത്ത് നിന്ന് സ്മിത. സ്മിത, ചോദിച്ചോളൂ ഡോക്ടറോട്. ഈ അമിതവണ്ണം കുറയ്ക്കാൻ എന്തൊക്കെ മരുന്നുകളാ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക? അഡ്വർടൈസ്മെന്റിലൊക്കെ കുറെ മരുന്നുകളൊക്കെ കാണാറുണ്ട്. അപ്പൊ അത്തരത്തിൽ മരുന്നുകൾ ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ എന്ത് പ്രായമുള്ള ആളാ? ഞാനൊരു 35 വയസ്സ്. എപ്പോഴും നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ഈ ഒബിസിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഒരു സിംഗിളായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം, നിങ്ങൾ കുറേ ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രം വരുന്നതല്ല. ഇപ്പോൾ നമ്മുടെ തൈറോയിഡ് ഇഷ്യൂസോ അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെ ചേഞ്ചസ് കൊണ്ട്, ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടൊക്കെ ഈ ഒബിസിറ്റി വരാം. അപ്പം അതുകൊണ്ട് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മരുന്നുകൾ കൊടുക്കാനായിട്ട്. കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, മരുന്നുകൾ വെറുതെ നമ്മൾ വാങ്ങിച്ച് കഴിക്കണോണ്ട് മാത്രം ഒബിസിറ്റീനെ മാറ്റാനായിട്ട് സാധിക്കുന്നതല്ല. ആയുർവേദ്യമായിട്ട് പറയുകയാണെങ്കിൽ വളരെ കൃച്ഛ്രസാധ്യം എന്ന് തന്നെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ആഹാരവും ഔഷധവും ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് നമുക്കതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു അണ്ടർ കൺസൾട്ടേഷനിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അഡ്വൈസ് ചെയ്ത് അത്തരത്തിലുള്ള ധാരാളം മരുന്നുകൾ ഉണ്ട്. ആയുർവേദ്യമായിട്ടായാലും മരുന്നുകളുണ്ട്. അപ്പോൾ എപ്പോഴും ഇതൊരു ഈസി മെത്തേഡിൽ പോവാതെ ഡോക്ടർ കൺസൾട്ടേഷനിൽ നിങ്ങൾ ഔഷധങ്ങൾ സേവിക്കുക. തീർച്ചയായിട്ടും അവർ വ്യായാമവും അതുപോലെ ഫുഡിൻ്റെ ആയിട്ടുള്ള ഒരു അഡ്വൈസും തരും. അതും ഉൾക്കൊണ്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ അവരെ വീണ്ടും ചെന്ന് കാണുകയൊക്കെ ചെയ്തിട്ട് അത്തരത്തിലുള്ള മരുന്ന് കഴിക്കുന്നതൊക്കെ, എന്തായാലും നിങ്ങൾ മരുന്ന് വാങ്ങിച്ച് കഴിക്കുകയാണ്, തീർച്ചയായിട്ടും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കഴിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. ലില്ലിക്കുട്ടി എന്നുള്ള പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. ലില്ലിക്കുട്ടി, ചോദിച്ചോളൂ ഡോക്ടറോട്. എനിക്ക് 61 വയസ്സുണ്ട്. പക്ഷെങ്കിൽ വയസ്സിനേക്കാട്ടിൽ കൂടുതൽ വെയിറ്റ് ആണ്. ഇപ്പോൾ നടുവിന് വേദനയും കാലിന് വേദനയും വെയിറ്റ് കൂടുന്നത് കൊണ്ട്
അപ്പം വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഏത് ആഹാരക്രമം, ഏത് ഡയറ്റിന്റെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇതെന്ന് പറഞ്ഞാൽ 61 വയസ്സായതെന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു പീരീഡ്സും ഇതൊക്കെ നിന്നതും അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈസ്ട്രോജൻ ചേഞ്ചസ് ബോഡിയിൽ വരുമ്പോൾ എപ്പോഴും നമുക്ക് ഒബിസിറ്റി, വണ്ണം കൂടാനുള്ള ചാൻസസും തൈറോയ്ഡ് ഇഷ്യൂസൊക്കെ വരാനുള്ള ചാൻസസ് ആണ്. ഇതെല്ലാം തന്നെ ഇപ്പം മാം സൂചിപ്പിച്ചതുപോലെ ഈ കൈകാലുകൾക്ക് വേദനയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി വെയിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഈ കാലിലാണല്ലോ വരിക. ബോഡി നടക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടും വേദനകളും, പിന്നെ ഒരു ഏജ് ഇത്രയുള്ള ഒരു ഏജിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ മുട്ടുകളിലൊക്കെ ചെറിയ തേയ്മാനത്തിൻ്റെ ഇതും കാണാം. അതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വേദനയ്ക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുഴമ്പിടുക, വീട്ടിൽ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് കുഴമ്പിട്ട് തേച്ച് കുളിക്കുകയൊക്കെ ചെയ്താൽ ആ വേദനകൾ മാറ്റാനും അവിടുത്തെ നീർക്കെട്ടിനെ തീർക്കാനും അവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാനൊക്കെ എപ്പോഴും സഹായിക്കും. പിന്നെ ശരീരത്തിൻ്റെ ഒബിസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ഉണ്ടെന്ന് പറഞ്ഞു, അതിനെ തീർക്കാനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് അരിയാഹാരങ്ങൾ നമ്മളെപ്പോഴും കുറയ്ക്കുക. അതുപോലെ റാഗി, വരക് തുടങ്ങിയ മില്ലറ്റ്സിന് ഏതെങ്കിലും നേരം അതൊക്കെ പൊടികളായിട്ട് നമുക്ക് ദോശയായിട്ടോ അല്ലെങ്കിൽ ഇഡ്ഡലി ആയിട്ടോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഒരു നേരം അതിലേക്ക് വരിക. അതിനോടൊപ്പം തന്നെ പച്ചക്കറികളും നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് ഒരു 60+ ഇപ്പം ഏർലി സ്റ്റേജസിൽ കാണുന്നതാണ് വൈറ്റമിൻ ഡി, കാൽഷ്യം ഡെഫിഷ്യൻസി ഒക്കെ വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പം നമ്മളെപ്പോഴും ഫുഡ് മെഡിസിൻ സപ്ലിമെൻ്റ് എടുക്കുന്നതോടൊപ്പം തന്നെ ഈ ഫുഡിന് അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കൊച്ചു ഫിഷുകൾ എന്ന് പറഞ്ഞാൽ കൊച്ചു മുള്ളുകളാകുമ്പോൾ നമുക്ക് പ്രശ്നം വരില്ല. അതുപോലെ ചെറു മത്സ്യങ്ങൾ, മുട്ട, ദിവസം ഒരു മുട്ട കഴിക്കാം. അതുപോലെ മീൻ കറി വെച്ചത്, പച്ചക്കറികൾ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമുക്ക് വീട്ടിൽ കഴിക്കത്തക്ക രീതിയിൽ ഞെരിഞ്ഞിൽ, വയൽച്ചുള്ളി, തഴുതാമയുടെ വേര്, വേങ്ങാക്കാതൽ, ഇരട്ടിമധുരം, നെല്ലിക്കത്തൊണ്ട്, ഇത് നിങ്ങൾക്ക് ലഭ്യതയ്ക്ക് അനുസരിച്ച് 1, 2, 3 ഒക്കെ ഇട്ടിട്ട് വെള്ളം ധാരാളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ത്രിഫലപ്പൊടി ഇങ്ങനെ വെയിറ്റ് മാനേജ്മെൻറ്റിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒന്നാണ്. ഒരു 60+ നമുക്ക് വിഷൻ്റെ പ്രോബ്ലംസ് വരാം. കണ്ണിനും അതുപോലെ തലയ്ക്കും ഉറക്കത്തിനും വെയിറ്റ് മാനേജ്മെൻറ്റിനൊക്കെ ഏറ്റവും നല്ലതായിട്ടാണ് ത്രിഫല ചൂർണം എന്ന് പറയുന്നത്. അത് നമുക്ക് തേനി ചാലിച്ച് കഴിക്കാം. ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ എപ്പോഴും നമ്മൾ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ എന്താണെന്ന് വെച്ചാൽ അതിൽ ചേർത്തൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അമിതവണ്ണം അത് ഒരു മാരകമായിട്ടുള്ള രോഗമല്ല, പക്ഷേ പല രോഗാവസ്ഥയിലേക്ക് നയിക്കാവുന്ന കാരണങ്ങളുള്ള ഒരു പ്രശ്നം കൂടിയാണ്. പക്ഷേ ഇതിന് കൃത്യമായിട്ടുള്ള ജീവിതശൈലി, അതിൽ ഒരു കൃത്യമായിട്ടുള്ള നിയന്ത്രണം വേണം. ഒപ്പം ആഹാരക്രമത്തിൽ ചിട്ടയായ വ്യായാമ മുറകൾ കൊണ്ടൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. അതിനെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത് എന്നെല്ലാം നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നത് KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ആശുപത്രിയിലെ ചീഫ് ഫിസിഷ്യനായിട്ടുള്ള ഡോക്ടർ റോസ്മേരി വിൽസണും അസിസ്റ്റന്റ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ മരിയ പത്രോസുമാണ്. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയുടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നന്ദി.